ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ആ ഒരു വചനഭാഗം 1 കൊരിന്ത്യർ അതിൻ്റെ 10-ൻ്റെ 5 മുതൽ വായിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്നുണ്ടായിരുന്നു കർത്താവിൻ്റെ അക്സെപ്റ്റൻസും അപ്രൂവലും, കർത്താവ് തന്നെ സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു പേടി വരാം, അല്ലെങ്കിൽ ഒരു അകൽച്ച തോന്നാം, അല്ലെങ്കിൽ ഒരു ലീഗലിസം, അല്ലെങ്കിൽ ചട്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യരുത്. സ്നേഹമില്ല, അനുസരണമുണ്ട്. കർത്താവ് പറഞ്ഞത് സ്നേഹത്തിൽ അനുസരിക്കാനാണ്, സ്നേഹിക്കില്ല അനുസരിക്കില്ല. കാരണം അതുകൊണ്ട് കർത്താവ് ഒരിക്കലും പ്രസാദിക്കത്തില്ല. അത് സെൽഫ് റൈച്ചസ്നെസ്സാണ്, സ്നേഹമില്ലാതെയുള്ള അനുസരണം. വളരെ ശ്രദ്ധിച്ചോളം. നമുക്ക് ദൈവവുമായിട്ട്, ദൈവത്തെ ഒരു പിതാവായിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഒരു വൻ പരാജയം. അത് യാതൊരു സംശയം വേണ്ട. നമുക്ക് ദൈവത്തെ ഒരു ഇപ്പോഴും ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടും, അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ടും, അല്ലെങ്കിൽ നീതിയില്ലാതെ ന്യായം വിധിക്കുന്ന, നമ്മുടെ ചെറിയ കുറ്റങ്ങൾക്ക് പോലും കണക്ക് ചോദിക്കുന്ന, ശിക്ഷിക്കുന്ന, കണക്ക് പറയിക്കുന്ന, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു ആളായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ്. ആദ്യമേ നമ്മുടെ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് അഡ്രസ്സ് ചെയ്തത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. അത് വെറും ഒരു ഭംഗിവാക്കല്ല, പിതാവിനെ സന്തോഷിപ്പിക്കില്ല. കാരണം അവർ പുതിയ ഉടമ്പടിയിലേക്ക് കയറുക. പഴയ നിയമത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇസ്രായേൽ ജനത്തിന് അവർക്കെല്ലാം ഒരു ദാസ്യ മനോഭാവം. ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാനില്ല, വീണ്ടും റിന്യൂ ചെയ്യാനില്ല. കാരണം ഞാൻ പലപ്പോഴും എന്നെ ഇതൊക്കെ ഉറപ്പിക്കാറുണ്ട്, റിന്യൂ ചെയ്യാൻ. ചിലപ്പോഴൊക്കെ അറിയാതെ ലീഗലിസത്തിലേക്ക് പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു അകാരണമായ ഭയം ചില സമയത്ത് വരാറുണ്ട്. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മ ഓർപ്പിക്കും, നോ, നീ ഒരു ദൈവ പൈതൽ, നിനക്ക് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ അപ്പനുള്ളത്. അല്ലെങ്കിൽ നിന്റെ നന്മ ആഗ്രഹിക്കുന്ന, നിന്നെ എങ്ങനെയെങ്കിലും പിശാചിൻ്റെ കെണിയിൽപ്പെടാതെ നമ്മളെ ഏത് വിധേന, പിശാച് അലർന്ന സിംഹത്തെ പോലെ നടക്കുക. അപ്പം അപ്പനും സ്നേഹത്തോടെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോയി പിശാചിൻ്റെ കെണിയിൽ പെടാതിരിക്കാനായിട്ടാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ തന്നതും ദൈവവചനം തന്നതും. അല്ലാതെ ഒരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റിയോടെ അല്ല. അവൻ കുറച്ച് കഷ്ടപ്പെടട്ടെ, അവന് അങ്ങനെ അങ്ങ് സൂചിച്ച് സ്വർഗത്തിൽ കയറണ്ട, അവനെ ഞാൻ കഷ്ടപ്പെടുത്താത്രത്തോളം കഷ്ടപ്പെടും, അതിനുശേഷം ഞാൻ അവന് സുഖം കൊടുത്തോളാം. അത് ഒരു എന്താണ്, കർത്താവിൻ്റെ ഹൃദയം അങ്ങനെയല്ല. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏത് അപ്പന്മാരും ആഗ്രഹിക്കുന്ന മക്കൾ ഈ അബദ്ധത്തിൽ ചാടലെന്നുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് കൊച്ചിലെ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അങ്ങനെ ചെയ്യില്ല, ആ കൂട്ടുകെട്ട് അരുത്. പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് കുറേ ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ടായി. അവിടെ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ഫുൾ കളികളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നത്തെ കളികൾ. ഇന്നത്തെ യങ്സ്റ്റേഴ്സിനാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അന്നത്തെ കളികളൊക്കെ ഒത്തിരി നല്ല കളിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാറ്റർഡേ സൺഡേ ഫുൾ ഡേ അവിടെ പോയി കളിക്കുന്നു. അപ്പോൾ മമ്മി അങ്ങനെ സമ്മതിക്കത്തില്ല. കാരണം മമ്മിക്ക് അറിയാം, ആ കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് എനിക്കും അത് വരും. അപ്പോൾ അത് മോശം സ്വഭാവത്തിലേക്ക് നടക്കുന്നുള്ളത്. ഇപ്പം മമ്മി എന്നെ അനുവദിക്കില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ ജനിക്കാതെ ആ ഭാഗത്ത്, അതായത് ആ പ്ലേ ഗ്രൗണ്ടുള്ള അവിടെ കുറേ ലോക്കൽ ആൾക്കാരുണ്ട്, ലോക്കൽ ഫ്രണ്ട്സും. അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഫുൾ ടൈം ഈ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാമായിരുന്നു. എന്നെ ആരും പിടിച്ചു കിട്ടില്ല. കാരണം അവിടുത്തെ പിള്ളേരെ ആരും നിയന്ത്രിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ച സമയമുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ ആഗ്രഹിക്കും. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്ന് അങ്ങനെയൊക്കെ അന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒത്തിരി തെറ്റുകളിൽ പോയി. എങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, മമ്മി എന്തുകൊണ്ടാണെന്നത് അനുവദിക്കാതിരുന്നത് എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് പിടികിട്ടുന്നത്. അന്നത് പിടികിട്ടിട്ടില്ല.
എൻ്റെ നന്മ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് പക്ഷെ തിരിച്ചറിവില്ലാത്തതുകൊണ്ട്, പക്വതയില്ലാത്തത് കൊണ്ട് എൻ്റെ വിചാരം എന്നെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ എന്നെ അനുവദിക്കുന്നില്ല. അതങ്ങ് അനുവദിച്ചാൽ എന്താ, ബാക്കി പിള്ളേരെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങ് സന്തോഷമായിട്ടെന്ന് വിചാരിച്ചാൽ പോലെ എന്തൊക്കെയാണെന്ന് എൻ്റെ ചിന്ത. പക്ഷേ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മളെക്കാൾ പക്വതയുള്ളത് കൊണ്ട് അവർക്കറിയാം നമ്മളെങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതിൽ പെട്ടുപോകും. നമ്മൾ അങ്ങനെ മോശം കൂട്ടുകെട്ടിൽപ്പെട്ട് അല്ലെങ്കിൽ നശിച്ചു പോവാതെ ഒരു നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് കുറേ ഡിസിപ്ലിൻസ് അവർ തന്നു. അത് നന്നായി എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായി. അന്ന് പിടിയിട്ടില്ലെങ്കിലും പിന്നീട് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ പിതാവായിട്ടും യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം ബ്രദറായിട്ടും പരിശുദ്ധാത്മാവിന് ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഏറ്റവും സഹായിക്കാൻ പറ്റിയ, നമ്മുടെ എല്ലാ ബലഹീനലും നമുക്ക് തുണ നിന്ന് ശക്തിപ്പെടുത്തി നമ്മളെ ധൈര്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സഹായങ്ങളുടെ പരിശുദ്ധാത്മാവ്. ഇത്രയും ഫെസിലിറ്റീസ് എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകം പിശാചിൻ്റെ കെണിയില്ല, അല്ലെ പിശാചിൻ്റെ നിയന്ത്രണത്തിൽ കൂടെ. അതുകൊണ്ട് അകത്തവർ ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എന്ന് പറഞ്ഞത് പിശാചിനെ കണ്ടപ്പോൾ. അപ്പം ആ പിശാചിൻ്റെ കെണിയിൽപ്പെട്ടാൽ നമ്മൾ നിത്യമായിട്ട് നശിച്ചു. തൽക്കാലത്ത് ഈ ഭൂമിയിൽ മാത്രമല്ല, നമ്മുടെ നിത്യജീവൻ തന്നെ അപകടത്തിലാവും. അത് വരാതിരിക്കാനായിട്ടാണ് സ്നേഹമുള്ള പിതാവ് നമ്മളെ പലപ്പോഴും വചനത്തിൽ കൂടെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പാപബോധം തരുന്നത് അതിലാണ്, അല്ലെങ്കിൽ നേരായ വഴി കൂടെ നടക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നത് അതിലാണ്. ബാക്കി അടുത്തിപ്പോൾ കഥാവരീതി